ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സോളജി ക്ലാസ്. എല്ലാവർക്കും സോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. ലെറ്റ് us start the chapter with some questions. Why an elephant always give birth only to a baby elephant and not some other animal? എന്തുകൊണ്ടാണ് എലഫൻറ്റിന് മാത്രം ജന്മം നൽകുന്നത്? Why a mango seed forms only a mango plant and not any other plant? മാംഗോ സീഡ് മാംഗോ പ്ലാന്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, എന്തുകൊണ്ട് മറ്റൊരു പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല? ആർ ദ ഓഫ്സ്പ്രിങ്സ് ഐഡന്റിക്കൽ ടു ദെയർ പാരൻസ്? പ്രൊഡ്യൂസ് ചെയ്ത ഓഫ്സ്പ്രിങ്സ് അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ പാരൻസിനെ പോലെയാണോ? ഓർ ഡു ദേ ഷോ ഡിഫറൻസസ് ഇൻ സം ഓഫ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്? അല്ലെങ്കിൽ പാരൻസും നെക്സ്റ്റ് ജനറേഷൻ തമ്മിലും എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സിൽ വ്യത്യാസമുണ്ടോ? Why siblings sometimes look so similar to each other or sometimes even so different? Siblings, that is sisters and brothers, ചിലപ്പോൾ കാണാൻ ഒരേപോലെ ഇരിക്കും അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? So these are some of the questions. We will get answers for all these questions from a branch of biology called genetics. ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ തരാൻ സാധിക്കുന്ന ബ്രാഞ്ച് ഓഫ് ബയോളജി ആണ് ജെനറ്റിക്സ്. So we are going to study about our third chapter in zoology, that is Principles of Inheritance and Variation. Plus 2 zoologyയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് Principles of Inheritance and Variation. ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഏത് ബ്രാഞ്ച് ഓഫ് ബയോളജി ആണ്? That is genetics. Okay. Let us define genetics. So what is genetics? It is a branch of biology which deals with inheritance and variation. ഇൻഹെറിറ്റൻസിനെ പറ്റിയും വാരിയേഷനെ പറ്റിയും ഡിസ്കസ് ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് ബയോളജി ആണ് ജെനറ്റിക്സ്. ദെൻ വാട്ട് ആർ ദീസ് ഇൻഹെറിറ്റൻസ് ആൻഡ് വാരിയേഷൻ? ഇൻഹെറിറ്റൻസ് മീൻസ് ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ക്യാരക്ടേഴ്സ് ആർ പാസ്ഡ് ഓൺ ഫ്രം പാരൻറ് ടു പ്രോജനി. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ പാരൻസിൽ നിന്നും പ്രോജനിയിലേക്ക് ക്യാരക്ടേഴ്സ് പാസ് ചെയ്യുന്ന പ്രോസസ്സാണ്. പ്രോജനി മീൻസ് നെക്സ്റ്റ് ജനറേഷൻ. ഓക്കെ, സോ പാരൻസിൽ നിന്നും നെക്സ്റ്റ് ജനറേഷനിലേക്ക് ക്യാരക്ടേഴ്സ് പാസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻഹെറിറ്റൻസ്, പിന്തുടർച്ച എന്ന് പറയും. നെക്സ്റ്റ് ടേം ഹെറിഡിറ്റി. ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് യങ് വൺസ് ടു റിസംബിൾ ദെയർ പാരൻസ്. അതായത് യങ് വൺസ് മീൻസ് നെക്സ്റ്റ് ജനറേഷൻ ആരെ പോലെ ആയിരിക്കും? പാരൻസിനെ പോലെ ആയിരിക്കും. ദാറ്റ് ഈസ് പാരമ്പര്യം എന്ന് പറയും. സോ ദാറ്റ് ഈസ് ഹെറിഡിറ്റി, ദ ടെൻഡൻസി ഓഫ് യങ് വൺസ് ടു റിസംബിൾ ദെയർ പാരൻസ്. നെക്സ്റ്റ് ടേം വാരിയേഷൻ. ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് യങ് വൺസ് ടു ഡിഫർ ഫ്രം ദെയർ പാരൻസ്. ദാറ്റ് ഈസ് യങ് വൺസ് ആർ നോട്ട് സിമിലർ ടു ദെയർ പാരൻസ്, ദേ ആർ ഡിഫറെൻറ്റ് ഫ്രം ദ പാരൻസ്. വാരിയേഷൻ എന്ന് പറഞ്ഞാൽ പാരൻസിൽ നിന്നും ഡിഫറെൻ്റ് ആയ പ്രോജനി ഉണ്ടാവുന്ന പ്രോസസ്സാണ്. ഓക്കെ, സോ എല്ലാ കുട്ടികളും പാരൻസിൻ്റെ എക്സാക്റ്റ് കോപ്പീസ് ആണെന്നില്ല, അതിനെയാണ് വാരിയേഷൻ എന്ന് പറയുന്നത്. സോ ജെനറ്റിക്സ് മീൻസ് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ഇൻഹെറിറ്റൻസ് ആൻഡ് വാരിയേഷൻ. ഇൻഹെറിറ്റൻസ് മീൻസ് ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ക്യാരക്ടേഴ്സ് ആർ പാസ്ഡ് ഓൺ ഫ്രം പാരൻറ് ടു പ്രോജനി. ഇറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ഹെറിഡിറ്റി. Heredity means it is the tendency of young ones to resemble their parents. Variation means it is the tendency of young ones to differ from their parents. ഇതിൻ്റെ ഹിസ്റ്ററി ഒന്ന് അനലൈസ് ചെയ്യാം. അതായത് നമ്മുടെ ആൻസെസ്റ്റേഴ്സിന്, മുൻഗാമികൾക്ക് ഇതിനെപ്പറ്റി ഐഡിയ ഉണ്ടായിരുന്നോ എന്ന് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. Humans knew from as early as 8000 to 1000 BC that one of the cause of variation was hidden in sexual reproduction. They exploited variation seen in plants and animals to select organisms with desirable characters. എന്താണ് വാരിയേഷൻ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. പാരന്റ് ജനറേഷനിൽ നിന്നും വ്യത്യസ്തമായ ജനറേഷൻ ഉണ്ടാവുന്ന പ്രോസസ്സാണ് വാരിയേഷൻ. സോ ഈ വാരിയേഷന് കാരണമായ എന്തോ ഒരു പ്രോസസ്സ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഉണ്ടെന്ന് നമ്മുടെ ആൻസെസ്റ്റേഴ്സിന് അറിയാമായിരുന്നു. ബട്ട് അവർക്ക് അതിൻ്റെ സയൻറ്റിഫിക് ബേസിസ് ഒന്നും മനസ്സിലായിരുന്നില്ല. പ്ലാന്റ്സിലും അനിമൽസിലും നാച്ചുറലി കാണുന്ന വാരിയേഷൻസ് ഒക്കെ മനസ്സിലാക്കി ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സുപ്പീരിയർ ക്വാളിറ്റി ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഓർഗാനിസംസിന് അവർ ബ്രീഡ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തു. അങ്ങനെയാണ് പഞ്ചാബിലുള്ള സഹിവാൾ കൗസ് ഒക്കെ ഫോം ചെയ്തത്. അവരെന്ത് ചെയ്തു? സുപ്പീരിയർ ക്വാളിറ്റി കാണിക്കുന്ന 2 പാരന്റ് സ്പീഷീസിനെ സെലക്ട് ചെയ്തു ആൻഡ് അതിൽ നിന്നും സഹിവാൾ കൗ പ്രൊഡ്യൂസ് ചെയ്തു. ഈ സമയത്താണ് ആരുടെ വരവ്? ജെനറ്റിക്സ് എന്ന ബ്രാഞ്ച് തന്നെ ഫോം ചെയ്യാൻ കാരണമായ സയൻറ്റിസ്റ്റിൻ്റെ വരവ്. ദെൻ ഹു ഈസ് ദാറ്റ്? ഇറ്റ് വാസ് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ഓർ ഗ്രിഗർ മെൻഡൽ. ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്.
ജനറ്റിക്സിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന സയന്റിസ്റ്റ് ആണ് ഗ്രിഗർ മെൻഡൽ. വൈ ഹീസ് കോൾഡ് ദ ഫാദർ ഓഫ് ജനറ്റിക്സ്? എന്തുകൊണ്ടാണ് ഗ്രിഗർ മെൻഡലിന് ഫാദർ ഓഫ് ജനറ്റിക്സ് എന്ന് പറയുന്നത്? ബിക്കോസ് ഹി കണ്ടക്ടഡ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് ഇൻ ഗാർഡൻ പീ പ്ലാന്റ് ഓർ പൈസം സറ്റൈവം. ഗാർഡൻ പീ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പയറു ചെടിയാണ്. അതിന്റെ ബയോളജിക്കൽ നെയിമാണ് പൈസം സറ്റൈവം. സോ ഗ്രിഗർ മെൻഡൽ പൈസം സറ്റൈവം അല്ലെങ്കിൽ ഗാർഡൻ പീ പ്ലാന്റിൽ ഒരുപാട് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തു. ഈ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സിനെ ബേസ് ചെയ്ത് ഗ്രിഗർ മെൻഡൽ 3 ലോസ് ഓർ പ്രിൻസിപ്പിൾസ് പ്രപ്പോസ് ചെയ്തു. അതിനെ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുന്നത്. ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് പ്രപ്പോസ് ചെയ്തതുകൊണ്ടാണ് ഗ്രിഗർ മെൻഡൽ ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് ജനറ്റിക്സ്. സോ വാട്ട് വാസ് ദ എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ സെലക്ടഡ് ബൈ മെൻഡൽ? ദാറ്റ് ഈസ് ഗാർഡൻ പീ പ്ലാന്റ് അല്ലേ? ഗാർഡൻ പീ പ്ലാന്റ് ആണ്. ഹി സെലക്ടഡ് 7 കോൺട്രാസ്റ്റിംഗ് പെയർസ് ഓഫ് പീ പ്ലാന്റ്. പീ പ്ലാന്റിന്റെ 7 കോൺട്രാസ്റ്റിംഗ് മീൻസ് ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒബ്സർവ് ദിസ് ഫിഗർ. യു ക്യാൻ സീ ഹിയർ ക്യാരക്ടർ, ഡോമിനന്റ് ട്രേറ്റ് ആൻഡ് റെസസീവ് ട്രേറ്റ്. സീഡ് ഷേപ്പ് നമ്മൾ പുറമേ കാണുന്ന ക്യാരക്ടറാണ് അല്ലേ? അതിൻ്റെ 2 ഡിഫറെൻറ്റ് ഫോംസ് ആണ് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഡോമിനൻ്റ് ആൻഡ് റെസസീവ് എന്താണെന്ന് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും. ഓക്കെ, സോ ഫസ്റ്റ് ക്യാരക്ടറാണ് സീഡ് ഷേപ്പ്. സോ സീഡ് ഷേപ്പിൻ്റെ 2 ഡിഫറെൻറ്റ് ട്രേറ്റ്സ് ആണ് റൗണ്ട് ഷേപ്പുള്ള സീഡും റിങ്കിൾഡ് ഷേപ്പുള്ള സീഡും. ലൈക്ക് ദാറ്റ്. സെക്കൻഡ് ക്യാരക്ടറാണ് സീഡ് കളർ. സീഡിൻ്റെ കളർ യെല്ലോ കളറുള്ള സീഡും ഗ്രീൻ കളറുള്ള സീഡും അദ്ദേഹം സെലക്ട് ചെയ്തു. നെക്സ്റ്റ് തേർഡ് ക്യാരക്ടർ ഫ്ലവർ കളർ. വയലറ്റ് കളർ ആൻഡ് വൈറ്റ് കളർ. വയലറ്റ് കളർ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റും വൈറ്റ് കളർ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റും അദ്ദേഹം സെലക്ട് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് ക്യാരക്ടർ പോഡ് ഷേപ്പ്. അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് ഫുൾ ആൻഡ് കൺസ്ട്രിക്റ്റഡ്. ആൻഡ് നെക്സ്റ്റ് വൺ പോഡ് കളർ. ഏതൊക്കെ കളേഴ്സ് ആണ്? ഗ്രീൻ ആൻഡ് നെക്സ്റ്റ് വൺ യെല്ലോ കളർ. നെക്സ്റ്റ് ക്യാരക്ടറാണ് ഫ്ലവർ പൊസിഷൻ, ആക്സിയൽ ആൻഡ് ടെർമിനൽ. ആക്സിയൽ എന്ന് പറഞ്ഞാൽ പ്ലാന്റിൻ്റെ സൈഡിലായിട്ടാണ് ഫ്ലവേഴ്സ് കാണാം. ടെർമിനൽ എന്ന് പറഞ്ഞാൽ പ്ലാന്റിൻ്റെ അറ്റത്തായിട്ടാണ് കാണാം. പ്ലാൻ ഹൈറ്റ്, സ്റ്റെം ഹൈറ്റ്. ടോൾ പ്ലാന്റും സെലക്ട് ചെയ്തു. അതിൻ്റെ ഓപ്പോസിറ്റ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറാണ് ഡ്വാർഫ് പ്ലാന്റ്. സോ ദീസ് ആർ ദ 7 ക്യാരക്ടേഴ്സ് സെലക്ടഡ് ബൈ മെൻഡൽ. 7 contrasting characters selected by Mendel. And then he conducted hybridization experiments on pea plants. ഈ 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സും യൂസ് ചെയ്ത് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തു. വാട്ട് ആർ ദീസ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ്? എന്താണ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ്? സോ ലെറ്റ് us see that. എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ് എന്ന് നോക്കാം. ഫ്ലവർ ഓഫ് പീ പ്ലാന്റ് ഈസ് ബൈസെക്ഷൽ. ഇറ്റ് കണ്ടെയ്ൻ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ട്. പീ പ്ലാന്റിൻ്റെ ഫ്ലവർ ബൈസെക്ഷൽ ആണ്. മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ട് ഒരേ ഫ്ലവറിൽ തന്നെ കാണുന്നതുകൊണ്ടാണ് ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയുന്നത്. സ്റ്റേമൻ ആണ് മെയിൽ പാർട്ട്. ഇറ്റ് ഹാസ് ആന്തർ ആൻഡ് ഫിലമെന്റ്. ആന്തറിൻ്റെ അകത്താണ് പോളൻ ഗ്രെയിൻസ്. പോളൻ ഗ്രെയിൻസിലാണ് മെയിൽ ഗാമേറ്റ്. കാർപ്പൽ ഈസ് ദ ഫീമെയിൽ പാർട്ട്. അതിനകത്താണ് ഫീമെയിൽ ഗാമേറ്റ്. നെക്സ്റ്റ് പ്രോസസ്, റിമൂവൽ ഓഫ് ആന്തേഴ്സ് ഫ്രം എ ഫ്ലവർ. ദിസ് ഈസ് കോൾഡ് ഇമാസ്കുലേഷൻ. നൗ ദിസ് ഫ്ലവർ ഈസ് എ ഫീമെയിൽ ഫ്ലവർ ബിക്കോസ് ഇറ്റ് ഹാസ് ഓൺലി ഫീമെയിൽ പാർട്ട്. ഒരു ഫ്ലവറിൽ നിന്നും ആന്തർ റിമൂവ് ചെയ്യണം. ഈ പ്രോസസ്സിന് ഇമാസ്കുലേഷൻ എന്ന് പറയും. ആന്തർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലവർ ഫീമെയിൽ ഫ്ലവർ ആണ് അല്ലേ? കാരണം ഈ ഫ്ലവറിൽ ഇപ്പോൾ ഏത് പാർട്ട് മാത്രമാണുള്ളത്? ഓൺലി ഫീമെയിൽ പാർട്ട്. ആന്തേഴ്സ് റിമൂവ് ചെയ്തു. നെക്സ്റ്റ് പ്രോസസ്, ഫ്രം ദിസ് ഫ്ലവർ ഓഫ് അനദർ പ്ലാന്റ് pollen grains are transferred to the emasculated flower. This is called pollination. മറ്റൊരു പ്ലാന്റിന്റെ ഫ്ലവറിൽ നിന്നും പോളൻ ഗ്രെയിൻസ് ഇമാസ്കുലേറ്റഡ് ഫ്ലവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഈ പ്രോസസ്സിനെയാണ് പോളിനേഷൻ എന്ന് പറയുന്നുള്ളത്. ബോട്ടണിയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നിങ്ങളിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്? ഡിഫറെൻറ്റ് പ്രോസസ്സ് വഴി സീഡ് പ്രൊഡ്യൂസ് ചെയ്യും, പിന്നീട് പീ പ്ലാന്റ് ഗ്രോ ചെയ്യും. ആൻഡ് this is called hybridization process. And this pea plant or Pisum sativum is a true breeding or pure line. That is, they pass traits without any change from one generation to the next. ഒരു ജനറേഷനിൽ നിന്നും നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രേറ്റ്സ് ഒരു ചേഞ്ചും കൂടാതെ പാസ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസിനെയാണ് ട്രൂ ബ്രീഡിംഗ് ഓർ പ്യുവർ ലൈൻ വെറൈറ്റീസ് എന്ന് പറയുന്നത്. That is, they are able to transfer traits to several generations without any change. Okay, നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ ഒന്ന് സമ്മപ്പ് ചെയ്യാം. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ, he is the father of genetics.
He conducted hybridization experiments on garden pea plant Pisum sativum for 7 years. Based on experiments, he proposed laws of inheritance. He selected 7 pairs of true breeding plants. True breeding means what? A true breeding line is one that shows stable trait inheritance and expression for several generations. ഒരു ജനറ്റിക് ക്രോസ് അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷന്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണ്? സെലക്ഷൻ ഓഫ് പീ പ്ലാന്റ് വിത്ത് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, റിമൂവൽ ഓഫ് ആന്തർ ദാറ്റ് ഈസ് എമാസ്കുലേഷൻ ഫ്രം ഫ്ലവർ, collection of pollen grains from the other plant and transfer to female flower of first plant, that is called a pollination process, collection of seeds and production of offspring. So മെൻഡൽ സെലക്ട് ചെയ്ത പ്ലാന്റ് ഏതാണ്? പൈസം സെറ്റൈവം, ഗാർഡൻ പീ പ്ലാന്റ് അല്ലേ? എന്തുകൊണ്ടായിരിക്കാം ഈ പ്ലാന്റ് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക? ദാറ്റ് മീൻസ് ദർ ആർ സം റീസൺസ് ഫോർ സെലക്ടിങ് ദിസ് പ്ലാന്റ്. എന്തൊക്കെയാണ് റീസൺസ് എന്ന് നോക്കാം. റീസൺസ് ഫോർ സെലക്ടിങ് ഗാർഡൻ പീ ഓർ പൈസം സെറ്റൈവം. ഫസ്റ്റ് റീസൺ, ഷോർട്ട് ലൈഫ് സൈക്കിൾ. അതിൻ്റെ ലൈഫ് സൈക്കിൾ ഷോർട്ട് ആണ്. സോ നെക്സ്റ്റ് ജനറേഷൻ പെട്ടെന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് റിസൾട്ട് വളരെ വേഗത്തിൽ തന്നെ അനലൈസ് ചെയ്യാൻ സാധിക്കുന്നു. ക്ലിയർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉള്ള പ്ലാന്റ് ആണ്. നമ്മൾ 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഡിസ്കസ് ചെയ്തു. ഈസി ടു കൾട്ടിവേറ്റ്, ഈസി ആയി കൾട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഈസി ഹൈബ്രിഡൈസേഷൻ, ഹൈബ്രിഡൈസേഷൻ എളുപ്പമാണ്. ബൈസെക്ഷൽ ഫ്ലവർ ആണെന്നതും ഒരു റീസൺ ആണ്. ആൻഡ് പീ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ട്രൂ ബ്രീഡിംഗ് വെറൈറ്റീസ് ആണ്. സോ ദീസ് ആർ ദ റീസൺസ് ഫോർ സെലക്ടിംഗ് പൈസം സെറ്റൈവം. മെൻഡൽ കണ്ടക്ട് ചെയ്ത ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് ഒക്കെയും സക്സസ്ഫുൾ ആയിരുന്നു. അതിനെ ബേസ് ചെയ്ത് പ്രപ്പോസ് ചെയ്ത റൂൾസ് അതൊക്കെയും ലോകം ആക്സെപ്റ്റ് ചെയ്തു. സോ എന്തായിരുന്നു മെൻഡലിന്റെ സക്സസിനുള്ള കാരണം? റീസൺസ് ഫോർ മെൻഡൽ സക്സസ്: യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആൻഡ് മാത്തമാറ്റിക്കൽ ലോജിക്. മെൻഡൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക് ലോജിക് യൂസ് ചെയ്തു പീ പ്ലാനിന്റെ ഹൈബ്രിഡൈസേഷൻ റിസൾട്ട്സ് എക്സ്പ്ലെയിൻ ചെയ്തു. ലാർജ് സാമ്പിളിംഗ് സൈസ്, പീ പ്ലാനിന്റെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്ത് ഒരുപാട് എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്ത് ഒരുപാട് സാമ്പിൾസ് യൂസ് ചെയ്തു. സെലക്ഷൻ ഓഫ് 7 പെയർസ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, 7 പെയർസ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്ത് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. ആൻഡ് ഗ്രാജുവൽ പ്ലാനിംഗ്, കെയർഫുൾ ഒബ്സർവേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ് ഓഫ് ദ റിസൾട്ട്. ഗ്രാജുവൽ പ്ലാനിംഗ് വാസ് ദെയർ ആൻഡ് റിസൾട്ടിന്റെ റെക്കോർഡ് ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തു. Because of all these reasons, he was successful.